ഹലോ, അപ്പോൾ പതിവ് പോലെ കിച്ചണിൽ കയറിയപ്പോഴാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നിസ്കാരത്തിന് എണീക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കാനായിട്ട് തോന്നലില്ല, അതുകൊണ്ടാണ് ആ ഒരു സമയത്തുള്ള വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാത്തത്. പിന്നെ ചായ കുടിച്ചിട്ടല്ല നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിസ്കാരത്തിൻ്റെ സമയത്ത് എണീക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നീർദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരിയൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകുന്നുണ്ട്. കഴുകുമ്പോൾ സിങ്ക് നീറ്റായിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ അത് എപ്പോഴും നടക്കലില്ല. നിങ്ങളുടെയും ആഗ്രഹം അതന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ അപ്പപ്പുള്ള പാത്രങ്ങൾ കഴുകി വെച്ചാലും വീണ്ടും കഴുകാനായിട്ട് ഒരു കുന്ന് പാത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ മോൻ എണീറ്റ് കരയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആശാൻ കുറച്ച് വാശിയിലാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇവനും എൻ്റെ കൂടെ കിച്ചണിൽ കാണും. അപ്പോൾ അവനെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ഇക്കാൻ്റെ അടുത്താക്കി പിന്നെ വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഉറങ്ങി എണീക്കുമ്പോൾ ചെറിയൊരു വാശി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവനെ മാനേജ് ചെയ്യണം. ഇക്കാനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് അവനൊന്ന് ഓക്കെ ആയതിനു ശേഷം ഇക്കാൻ്റെ അടുത്ത് ആക്കലുള്ളൂ. അങ്ങനെ നീർദോശയ്ക്കുള്ള ബാറ്ററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നീർദോശയ്ക്ക് വേണ്ടത്. എന്നെക്കാളും നന്നായിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന എനിക്കറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നീർദോശയ്ക്ക് എപ്പോഴും കോമ്പിനേഷനായിട്ട് മസാലക്കറികളായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ചട്നിയൊന്നും ഇതിന് കോമ്പിനേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ചമ്മന്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മസാലക്കറികളൊന്നും വെക്കുന്നില്ല, ചമ്മന്തിയിൽ തന്നെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തേങ്ങ ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ വിഭവങ്ങളെ കൊണ്ട് നിറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. നമ്മളുടെ മക്കൾക്കും അതൊരു ദുശീലമായിട്ട് മാറും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള വേർഷൻസൊക്കെ അവരും ട്രൈ ചെയ്യട്ടെ. നമ്മുടെ മക്കളും എല്ലാ സാഹചര്യത്തിലും ഇണങ്ങി ജീവിക്കുന്നവരായിട്ട് നമ്മളെ വളർത്താനായിട്ട് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ നീർദോശയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇടയ്ക്കായിട്ടാണ് ഈ നീർദോശ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയും കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നീർദോശയും തേങ്ങ ചമ്മന്തിയും ചായയും ഒക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇക്കാക്ക് പോകാനായിട്ട് സമയമായപ്പോൾ ഇക്ക വേഗം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇക്കാൻ്റെ ജോലി എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക കാർ സ്പ്രേ പെയിൻറ്ററാണ്. ഇവിടെ ആലത്തൂർ തന്നെയാണ് ഇക്ക വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കാക്കുള്ള സമയമായപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളെ സ്കൂളിലേക്ക് റെഡിയാക്കി. പിന്നെ ഞങ്ങൾ വാൻ വരാനായിട്ട് സമയമായപ്പോൾ പുറത്തിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ.